ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. എന്താണ് രക്തപുഷ്പാഞ്ജലി? രക്തക്കളറിലുള്ള ചുവന്ന കളറിലുള്ള പുഷ്പങ്ങളാൽ തെറ്റി, ചെമ്പരത്തി, അതുപോലെയുള്ള ചെമ്പകപ്പൂവ്, ചുവന്ന ചെമ്പകപ്പൂവ്, ചുവന്ന റോസ്, ഇതുപോലെയുള്ള ചുവന്ന പുഷ്പങ്ങളാൽ നടത്തപ്പെടുന്ന പുഷ്പാഞ്ജലിയാണ് രക്തചന്ദനത്തിൽ മുക്കി ഹോമിക്കുന്ന അല്ലെങ്കിൽ പൂജിക്കുന്ന, മന്ത്രോച്ചാരണത്താൽ പൂജിക്കുന്ന, അർച്ചിക്കുന്ന പുഷ്പാഞ്ജലിയാണ് രക്തപുഷ്പാഞ്ജലി. രക്തചന്ദനത്തിൽ മുക്കി, കുങ്കുമത്തിൽ മുക്കി നമ്മൾ ഇത് അർച്ചിക്കാറുണ്ട് മന്ത്രത്താൽ. അതാണ് രക്തപുഷ്പാഞ്ജലി. വെറ്റിയും പാക്കും ഭഗവത് അല്ലെങ്കിൽ ഭഗവതിയുടെ പാദത്തിൽ ദക്ഷിണയായി സമർപ്പിച്ച് രക്തപുഷ്പങ്ങളാൽ മന്ത്രോച്ചാരണം ചെയ്ത് നടത്തുന്ന പുഷ്പാഞ്ജലിയാണ് രക്തപുഷ്പാഞ്ജലി. ശാപപരമായിട്ടുള്ള, ദൃഷ്ടിപരമായിട്ടുള്ള, കണ്ണീര്, ദൃഷ്ടിദോഷം ഇങ്ങനെയൊക്കെ കേൾക്കാറുണ്ടല്ലോ. അങ്ങനെയുള്ള ദോഷങ്ങൾ മാറാനും തടസ്സങ്ങൾ മാറുന്നതിനും അഭീഷ്ട കാര്യസിദ്ധിക്കും വേണ്ടി ശത്രുപരമായിട്ടുള്ള ദോഷങ്ങൾ, പ്രാക്ക് ദോഷങ്ങളെല്ലാം മാറി നല്ലൊരു ശ്രേയസ്കരമായ മുന്നേറ്റത്തിന്, തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാൻ, ഉദ്ദിഷ്ടകാര്യ ലാഭത്തിന് രക്തപുഷ്പാഞ്ജലി ഉത്തമമായിട്ടുള്ള ഒരു വഴിപാടാണ്, പുഷ്പാഞ്ജലിയാണ്. കാളീക്ഷേത്രത്തിലാണ് കൂടുതലും ചെയ്യാറ്. അതുപോലെ ശത്രുപരമായിട്ടുള്ള ദോഷശാന്തിക്ക്, സ്തംഭനം, ആഭിചാരം എന്നീ പരമായിട്ടുള്ള ദോഷങ്ങളുടെ ശമനത്തിനായി ശൂലിനി മന്ത്രത്താൽ പുഷ്പാഞ്ജലി നടത്തുന്നു. ബഗളാംഗി പുഷ്പാഞ്ജലി എന്നിവ നടത്താറുണ്ട്. ഇതും കാളീക്ഷേത്രത്തിൽ ശ്രേയസ്കരമായിട്ടുള്ള പുഷ്പാഞ്ജലികളാണ്. കുങ്കുമാർച്ചന മംഗല്യഭാഗ്യത്തിന് വേണ്ടി, അഭീഷ്ടസിദ്ധിക്കും മംഗല്യഭാഗ്യത്തിനും വേണ്ടി കുങ്കുമത്തിൽ വെളുത്ത പുഷ്പങ്ങൾ മുക്കി അർച്ചിക്കുന്നത് സ്വയംവരം മംഗല്യത്തിന് കാളീക്ഷേത്രത്തിൽ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. മംഗല്യ സൂക്ത പുഷ്പാഞ്ജലി ആണ് കുങ്കുമാർച്ചന. കുങ്കുമവും വെളുത്ത പുഷ്പങ്ങളും കൊണ്ടുകൊടുത്ത് പുഷ്പാഞ്ജലി നടത്തും മംഗല്യഭാഗ്യത്തിന് വേണ്ടി. അതുപോലെ ശ്രേയസ്കരമായിട്ടുള്ളതാണ് കർത്തവാവിന് കാളീക്ഷേത്രത്തിൽ ഈ പുഷ്പാഞ്ജലി, ഗുരുതി പുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നതും ശത്രുപരമായിട്ടുള്ള ദോഷത്തിനും ഏറ്റവും നല്ല. വെള്ളിയാഴ്ചകളിൽ ഗുരുതി പുഷ്പാഞ്ജലി നടത്തുന്നതും നല്ലതാണ്. ആ ഗുരുതി പുഷ്പാഞ്ജലി നടത്തിയ ചുണ്ണാമ്പും മഞ്ഞപ്പൊടിയും കുഴച്ച് ഉണ്ടാക്കുന്നതായ ആ പ്രസാദം വെള്ളത്തിൽ അല്ലെങ്കിൽ പുണ്യാഹത്തിൽ ചാലിച്ച് വീട്ടിൽ കുടയുന്നതും ഭൂമിയിൽ തളിക്കുന്നതും അകത്തും പുറത്തും എല്ലാം തളിക്കുന്നതും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഗ്രഹദോഷ ശാന്തിക്ക്, ശത്രുപരമായ ദോഷശാന്തിക്ക്, ദൃഷ്ടിപരമായ ദോഷശാന്തിക്ക് ശ്രേയസ്കരമായിട്ടുള്ള കാര്യമാണ്. ഭഗവതി സേവ നടത്തുന്നതും ഏറ്റവും ഉത്തമമാണ്. ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു.